നമസ്കാരം. ഞാൻ ഈ അവസാനം സംസാരിക്കാം എന്ന് തീരുമാനിച്ചൊരു ചെറിയ കാരണം, കുറേ ആൾക്കാർ സംസാരിച്ചു കഴിയുമ്പോൾ എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത് എനിക്ക് അറിയാൻ വേണ്ടി. ഞാൻ എങ്ങനെയാണ് അഹങ്കരിച്ചു, ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നതൊക്കെ പറയുന്നത് വിചാരിച്ചാലും അങ്ങനെ പറഞ്ഞില്ല. ഏതായാലും വളരെ സന്തോഷം. ചന്ദ്രൻ, ഈ TV ചന്ദ്രക്ക് ഞാൻ സിനിമ കാണാൻ സിനിമ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോഗങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിന് വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. എന്നൊക്കെയാണെങ്കിൽ വളരെ കുട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നില്ല. ചന്ദ്രൻ്റെ ലക്ഷ്മൂട്ടിയ സിനിമയ്ക്ക് ശേഷം അല്ലേ കബനിയാണ് ആദ്യം. കബനി നന്ദി ചോദിച്ചപ്പോൾ എന്നൊരു സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണ്. അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായി. പക്ഷെ ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോട് നോക്കുകയും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായില്ല. ഞാൻ ചാൻസിന് വേണ്ടി ശ്രമിക്കാത്ത ആൾക്കാർ ആരുമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും ചോദിച്ചാൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത്. എന്നെ എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുക എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്നും ന്യൂ വേവ് സിനിമയെന്നും ആധുനിക സിനിമയെന്നും അത്യന്താധുനിക സിനിമ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വന്നവരാണ്. വളരെ കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയിരുന്ന വെടിവെക്കുന്ന വില്ലന്മാരെ ഇടിച്ചു വീഴ്ത്തുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ടായി. സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കണമെന്നായി. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഹിറ്റുകളാവുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളൊന്നും. ഒരുപാട് സിനിമാ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വരുമാനം വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കത് എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടത്. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയൊക്കെയുള്ള ഈ